ഹലോ ഗുഡ് ഈവനിങ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ടിപ്സ് പറയാൻ ഒരുപാട് താമസിച്ചു പോയി. അപ്പോൾ ഞാൻ ഇന്ന് ടിപ്സ് പറയാമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ടിപ്സാണ്. കാരണം നെഞ്ചെരിച്ചിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സാണ് പറയാൻ വന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സർവ്വസാധാരണമായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ചിലപ്പോൾ താമസിച്ച് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഫുഡ് കഴിച്ചാലും ചിലപ്പോൾ നെഞ്ചെരിച്ചിലുണ്ടാവും, ചിലർക്ക് ഗ്യാസ് കയറുമ്പോഴത്തേക്ക് നെഞ്ചെരിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നത് ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിൻ്റെ നീരെടുത്ത് കഴിക്കാറുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് വരത്തില്ല. കാരണം നമുക്കത് ഒന്നോ രണ്ടോ പ്രാവശ്യം അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നെഞ്ചെരിച്ചിലുണ്ടാകത്തില്ല. അതിന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വെണ്ണ തലേ ദിവസമേ ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ അത് നല്ലതുപോലൊരു തുണിയിൽ കെട്ടിയതിന് ശേഷം അതിനെ പിഴിഞ്ഞ് ആ വെള്ളം കളയുക. അതിന് ശേഷം അത് കഴിക്കുക. ഒരുപാട് കഴിക്കാനല്ല, കുറേശ്ശെ കഴിക്കുക. അങ്ങനെ കഴിക്കുന്നത് ഈ നെഞ്ചെരിച്ചിലിന് വളരെ പ്രയോജനം ചെയ്യും. ഇനി നമുക്ക് ഇപ്പം നെഞ്ചെരിച്ചിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഒരു ടിപ്സ് കൂടി പറയാം. നമുക്ക് ശരീരത്തിന് ഉന്മേഷം, എപ്പോഴും ക്ഷീണം, തളർച്ച ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഒരു ഗ്ലാസ് ഓട്സ് കുടിക്കുക. ഭയങ്കരമായിട്ടുള്ളൊരു എനർജിയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളത് ഈ രണ്ട് ടിപ്സും ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ ഇപ്പോൾ എനിക്ക് നല്ല തടിയുള്ള കൂട്ടത്തിലാണ്. ഞാൻ നല്ല വയറായിരുന്നു. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഓട്സ് കഴിക്കുന്നത് എനിക്ക് ആ ഒരു ഉന്മേഷമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കാലുവേദന കൈവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. കാരണം കുറച്ച് കാലുവേദന കൈവേദനയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് ജോലി ചെയ്യുക, എവിടെയെങ്കിലും ഇരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ക്ഷീണം, കാരണം ഞാൻ പൊതുവെ ഒരു മടിച്ചിയാണ്. കാരണം പണ്ടേ ജോലി ചെയ്യാൻ വലിയ പാടാണ്. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്നത്. കാരണം എനിക്ക് ജോലി എന്ന് പറയുന്നത് ഒരിടത്ത് ഇരുന്നായിരിക്കും, ഉറങ്ങി അവിടെ നിന്ന് ഉറങ്ങും, ഫുഡ് കഴിക്കാൻ നല്ലപോലെ കഴിക്കും, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്. കാരണം ഞാൻ നല്ല ഫുഡി ആയിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കത്തില്ല, എല്ലാം ലിമിറ്റ് ചെയ്ത് കഴിയണം. പിന്നെ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഡയറ്റാണ്. പക്ഷേ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കട്ട ഡയറ്റാണ്. ഡയറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ നല്ല പോലെ ആഹാരം കഴിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഉച്ചയ്ക്കൊരു 2 തവി ചോറ് അങ്ങനെയൊക്കെ കഴിക്കുകയുള്ളൂ. കാരണം എല്ലാം ലിമിറ്റ് ചെയ്ത്, കറികൾ കൂടുതലും, ചോറ് കുറച്ച്. വൈകുന്നേരം സ്നാക്സ് ഒന്നും കഴിക്കാറില്ല. ചിലപ്പോൾ ചെന്നിട്ട് ഡയറ്റ് എടുത്തുകൊണ്ടിരുന്നിട്ട് എന്നെ ചെന്ന് ഡയറി മിൽക്ക് അതുപോലെ അതൊക്കെ വാങ്ങി കഴിച്ച് കളയും. അതെൻ്റെ ഒരു സ്വഭാവമാണ് ചില സമയത്ത്. കാരണം എനിക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിച്ചറൊക്കെ കഴിച്ച് പക്കാവട ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, വറുത്തത് പൊരിച്ച് ചക്ക വറുത്ത് കഴിക്കും, ഇങ്ങനെയെല്ലാം കഴിച്ച് കളയും. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ട, ഞാൻ ചെയ്യുന്നതൊന്നും കൂട്ടുകാർ ചെയ്യേണ്ട. കൂട്ടുകാർ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഉന്മേഷത്തിന് വേണ്ടി ഓട്സ് കഴിക്കുക. അപ്പോൾ മറ്റു നെഞ്ചെരിച്ചിലിന് വേണ്ടിയുള്ളത് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം നല്ലൊരു വീഡിയോ ഞാൻ ഇനിയും നാളെ കാണാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് താമസിച്ചു ഈ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റ ബൈ, നാളെ കാണാം.